തലമൊട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടന മൊട്ട ഗ്ലോബലിന്റെ അപൂർവ സംഗമത്തിന് വേദിയായി തിരുവനന്തപുരം കനകക്കുന്ന് മ്യൂസിയം SI വിപിൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. നിരവധി സംഗമങ്ങൾക്ക് വേദിയായ കനകക്കുന്നിൽ ഒരു വ്യത്യസ്ത സംഗമവേദി. തലമൊട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടനയായ മൊട്ട ഗ്ലോബലിന്റെ സംഗമമാണ് കനകക്കുന്നിൽ വെച്ച് നടന്നത്. സ്റ്റോപ്പ് ബോഡി ഷേമിംഗ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് കനകക്കുന്നിൽ സംഘടനയിലെ അംഗങ്ങൾ ഒത്തുകൂടിയത്. മുടിയില്ലാത്ത കാരണത്താൽ മാനസിക പിരിമുറുക്കം നേരിടുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അവർക്കിടയിൽ ആത്മവിശ്വാസം പകരുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. മൊട്ടടിച്ച് ശിരസ്സുയർത്തി നിൽക്കുന്നവർക്ക് ഒന്നിച്ചു കൂടാനും പ്രവർത്തിക്കാനുമുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിൽ തൃശൂർ സ്വദേശിയായ പ്രശസ്ത സ്റ്റാൻഡപ്പ് കോമഡിയൻ സജീഷ് കുട്ടനല്ലൂരിന്റെ നേതൃത്വത്തിൽ 2024 ഓഗസ്റ്റ് 21 മൊട്ട ഗ്ലോബലിന്റെ തുടക്കം. കേരളത്തിൽ നിന്നും രൂപപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് കാലുകുത്തുക അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു കൊടി കുത്തുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അതൊന്ന് യാഥാർത്ഥ്യമാവുകയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ ഇല്ലാത്ത കുറേ മനുഷ്യരാണ്. ഒന്നാമത് തലമുട്ടടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നമ്മൾ സാധാരണ ആളുകളല്ല, കുറച്ച് പ്രത്യേകതകളാണ്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരല്പം സ്വന്തം സ്വാതന്ത്ര്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട്, നമുക്കൊന്നിനും ഒരു ഭയമില്ല. ഇങ്ങനെ ഒരു സംഗമത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതിന്റെ സന്തോഷം ഉദ്ഘാടനം ചെയ്ത മ്യൂസിയം SI വിപിനും പങ്കുവച്ചു. എനിക്കിതിനെപ്പറ്റി അത്ര അറിവ് കുറവായിരുന്നു. എന്നെ ഒന്ന് കാണുകയും, ആക്ച്വലി എൻ്റെ CA ആണ് വരേണ്ട, CA മൊട്ടയാണ്. അപ്പോൾ CA എന്തോ കാരണങ്ങൾ കൊണ്ട് മാറിയത് കൊണ്ടാണ് എനിക്ക് അവസരം കിട്ടിയത്. അപ്പോൾ ഇത്രയും പേരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളെ പോലെ ആൾക്കാരുണ്ട് കാണുന്നത്. അപ്പോൾ അതൊരു അഭിമാനമായിട്ട് കാണുന്നു. ഞാനും 2021 സമയത്താണ് മുട്ടയടിച്ചത്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഇതുമായിട്ട് അങ്ങ് യൂസ്ഡോ. അപ്പോൾ ഈ മുടിയുള്ളവരെ കാണുമ്പോഴൊക്കെ നമുക്ക് അസൂയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം ഈ നിമിഷം തൊട്ട് പൂർണ്ണമായിട്ടും. സോഷ്യൽ മീഡിയയിലും സംഘടന വളരെ ശ്രദ്ധേയമാണ്. അധ്യാപകർ, അഭിഭാഷകർ, ബിസിനസ്സുകാർ, വൈദികർ, പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, കലാകാരന്മാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളാണ് സംഘടനയിലുള്ളത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.